ജയന്റെ ഒരു പടം കാണാനായിട്ട് കയറുകയാണെങ്കിൽ അങ്ങാടി ഇന്റർവെല്ലിന് ഇറങ്ങണത് 100 ജയന്മാരാണ്. മൂത്രമൊഴിക്കുമ്പോ ജയന്മാരെ തട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മറ്റേ മൂത്രപ്പെരയിലേ ഈ വിങ്സ് ഒക്കെ തട്ടിട്ട് നക്കാൻ പറ്റില്ല ഒരാൾക്ക്. കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ കമലഹാസന്റെ പടമൊക്കെ വരുമ്പോ എല്ലാം കമലഹാസന്മാരാ. അന്നത്തെ മിക്കവാറും കമലഹാസന്റെ പടത്തിനകത്തൊക്കെ ബ്ലഡ് ക്യാൻസർ ആണ് പുള്ളി. അത് ചുമച്ചൊക്കെ ഇന്റർവ്യൂലും ഭയങ്കര ചുമയാണ് അവർക്ക്. ജോഷി സാറിന് പൊതുവേ കുരുത്തം കെട്ടവർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഐശ്വര്യ ഇല്ലേ, നമ്മുടെ ലക്ഷ്മി മാഡത്തിന്റെ മോള്, അവരെ കൈ കയറി പിടിക്കണം, ഡയലോഗ് പറയണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. 13 ടേക്കണം. ഞാൻ കവിത ടൂറിസ്റ്റ് പോലെ താമസിക്കണം. അപ്പം ഞാൻ അവിടെ പോയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇത്രയും വലിയ സാധനം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രാഗി. നമുക്ക് മറ്റേ ഒന്നുകൂടി എടുക്കാം. ഞാൻ റെഡി സാർ എന്ന് പറഞ്ഞു. ഒരൊറ്റ ടേക്ക് ഫാംബ്ലിക്ക് സെറ്റപ്പ് മൊത്തം കയ്യടി. ഭയങ്കര പണ്ടൊക്കെ ഈ വെല്ലുവിളി കൂടുമ്പോ നമ്മള് ദൈവമേ. ഇപ്പൊ ഈ രാജബീദേവട്ടന്റെ മകനായിരുന്നു ഞാൻ കുറെ സമയം. ഇയാളൊക്കെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാ. പെണ്ണുങ്ങളെ ഇയാളതങ്ങോട്ട് ആക്ഷേപിക്കുക, മകൻ ഇങ്ങനെ പുറകെ നിൽക്കുക. ഇതെല്ലാം ഇങ്ങനെ കേറി 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 പുള്ളി വന്നിട്ട് തോളത്തൊക്കെ പെണ്ണുടെ കൈ വെക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ ദൈവമേ ഇടിയുടെ പ്രശ്നം പൂരം പറമ്പായിരിക്കും. ഈ കഴിഞ്ഞ സെറ്റിൽ ഇതേപോലെ ഞാൻ അസീസ് നെടുമങ്ങാട് കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അസീസ് ഖാൻ പറഞ്ഞു, ഞാൻ ഒരു ചെക്കൻ കഥ പറയാൻ വന്നിട്ടുണ്ട്, അന്ന് കേൾക്കണം. ചെക്കൻ ചെറിയ ചെക്കനാ. ആ ചെക്കൻ വന്ന് കഥ പറഞ്ഞ് നമ്മളാ ഷൂട്ട് എടുക്കുന്ന ആ സിനിമന്റെ കഥ. നീ ഇത് ആരോടെയും പറഞ്ഞു. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് വി ഹാവ് ടീം ICU. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. നമസ്കാരം. കിട്ടിയ പാട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന്. പക്ഷെ ഇതിന്റെ പോസ്റ്റർ ഒന്നും കണ്ടിട്ട് അങ്ങനെ ഒരു ഫീലും ഇല്ല. ഇത് സത്യത്തിൽ ഈ നമ്മൾ മറ്റേ ഇങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമയാ? അതാണ് ചോദിച്ചല്ലേ, ഞാനത് എന്താണ് ഇങ്ങനെ ഇരുന്ന് കാണാൻ. പണ്ടൊക്കെ ഈ തിയേറ്ററിൽ മൂട്ടയുണ്ടാവുന്നതൊക്കെ പറയില്ലേ, പണ്ടൊക്കെ തിയേറ്ററിൽ മൂട്ടയുണ്ടായിരുന്നേ പണ്ടത് നിങ്ങൾക്കറിയില്ല. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ മൂട്ട അടിച്ചിട്ട് നല്ല ഫോമില. പണ്ട് ഞങ്ങളുടെ നാട്ടില്, ഞാൻ ആലുവക്കാരൻ, നമ്മുടെ നാട്ടില് പങ്കജം എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. കാസിനോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുറേ തിയേറ്റർ. ദീപ പിന്നെ നമ്മുടെ ലക്ഷ്മൺ. അല്ലോ ലക്ഷ്മൺ തിയേറ്റർ എവിടെയാണെന്ന് അറിയോ? ആയിരുന്നോന്നറിയോ? നമ്മുടെ വളഞ്ഞമ്പലത്ത് ആ അമ്പലത്തിന് തൊട്ടപ്പുറത്തായിരുന്നു ലക്ഷ്മൺ തിയേറ്റർ. അവിടെയാണ് ഇപ്പൊ ഒരു ഫ്ലാറ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണ് ഇത് എന്താ പറയാ, നമ്മുടെ ജോർജ് ചേട്ടൻ്റെ താന്തോന്നി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ആ ത്രില്ലറിൽ തന്നെ നല്ല പ്രണയമുണ്ട്, നല്ല ആക്ഷൻ സീക്വൻസുകളുണ്ട്, നല്ല എന്താ പറയുന്ന റിലേഷൻഷിപ്പുകളുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് നിങ്ങൾ പറഞ്ഞ സസ്പെൻസ് എന്ന് പറയുന്നത്. എല്ലാവരും തമ്മിലൊരു താമരനൂലിൻ്റെ പോലത്തെ ഒരു കണക്ഷൻ ഉണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മൾ ചില കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ഞാൻ മുരളീധരനായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യിക്കുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അത് ടോട്ടൽ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി സത്യം കിട്ടും. വേറൊരു സാധനം പറയാം, ഒരു കയ്യടിയിൽ ഞാൻ തുടങ്ങാം. 13 വർഷം ഓഫ് ബിവിൻ ജോർജ് ഇൻ മലയാളം സിനിമ, നായകനായിട്ട് 12ാമത്തെ സിനിമ. അജിത് പെഗാസിസ് എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ നെഗറ്റീവ്. അത് കേരള ടുഡേ എന്ന് പറഞ്ഞ പടത്തിൽ മക്ബുലിൻ്റെ പടമാണ്. അതിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യണം. അതിന്റെ കാര്യം ഞാൻ കളിയാക്കിയൊന്നുമില്ല, വളരെ സീരിയസ് ആയിട്ട്. 13 വർഷമായില്ലേ? ഇനി അതല്ല, മെയിൻ ആയിട്ട് തുടങ്ങിയതാണെങ്കിൽ 10 വർഷമായില്ലേ? അതത്ര ചില്ലറക്കാരിയല്ലോ അല്ലേ? 10 വർഷം ഇനി മലയാള സിനിമ. ബാബുചേട്ടൻ 15 വർഷം ഇവിടെ ഞാൻ ഊമയായിട്ട് അഭിനയിച്ചോണ്ടിരുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റ്, അതായത് ഭയങ്കര കോണ്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ചോദിച്ചാൽ എന്താ പറയുക, ഒരു കണ്ടന്റ് ഫീൽ ഉള്ള മൊമെന്റ്. ഏറ്റവും നല്ല മൊമെന്റ് എന്ന് പറയുന്നത് ഷാഫി സാറ് ഓക്കെ തന്നെ വെച്ചിട്ട് ഞാൻ നായകനാക്കി പടം എടുക്കുന്നു എന്ന് പറയുന്ന ആ വെർബലി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളില്ലേ, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇനി എന്ത് സംഭവിച്ചാലും അതിന് മാറ്റില്ല, മരണം വരെ അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല മൊമെന്റ്. അതിനിപ്പോൾ ആരും ഇത് ഇപ്പം ഇനി നമ്മൾ
പണിയെടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനിയും പരിപാടികൾ വരുമെന്ന് വിചാരിക്കും. നിങ്ങൾ എഴുതിയ പടം ഹിറ്റായതല്ല സത്യമായിട്ടല്ലേ? അല്ലേ? അല്ല, അതും മൊമെന്റ് തന്നെയാണ്. വരുന്നതാണ് ആ മലപ്പുറം തോണി. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ കുഞ്ഞുനാൾ പോലെ ആയിട്ടാ ഞാനിത് ആഗ്രഹിക്കുന്ന നടനാണ്. അതിനു വേണ്ടി സൈഡിലുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ അഭിനയിക്കും എന്നുള്ള രീതിയിൽ അത് കൊടുത്തിട്ട് ഞാനിങ്ങനെ സ്കിറ്റ് കോമഡി സ്കിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ആ സാധനമില്ല അപ്പൊ അവർക്ക് തരാതിരിക്കാൻ പറ്റൂലല്ലോ. അത് അങ്ങനെയാണ് അതിന്റെ പോയിന്റ്. ശരിക്കും ആക്ടർ ആവാൻ വേണ്ടിയിട്ടില്ലേ ഈ മിമിക്രി പഠിക്കുന്നതും ഒക്കെ എല്ലാ സാധനവും അതിനാണ്. സ്കൂളില് പഠിക്കാൻ നമ്മൾ മുന്നോട്ടായത് മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി ഇനി എന്തെങ്കിലും ഇനിയുള്ള പരിപാടി വഴി കണ്ടുപിടിക്കണം. അതെ, സത്യം. സ്കൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് മുന്നോട്ടാവും തോറും നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് ഇനി സിനിമയാണ് അടുത്ത ലക്ഷ്യം. ഞാൻ വിഷ്ണു ലോകമൊക്കെ ഇല്ലേ, വിഷ്ണു ലോകം ആ പടമൊക്കെ കണ്ടു മറ്റേ സാധനമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ കയറണേ. അതിനേക്കാൾ വരച്ച പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ജയന്റെ ഒരു പടം കാണാനായിട്ട് കയറുകയാണെങ്കിൽ അങ്ങാടി ഇന്റർവെല്ലിന് ഇറങ്ങണത് 100 ജയന്മാരാണ്. മൂത്രമൊഴിക്കുമ്പോ ജയന്മാരെ തട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മറ്റേ മൂത്രപ്പെരയിലേ ഈ വിങ്സ് ഒക്കെ തട്ടിട്ട് നക്കാൻ പറ്റില്ല ഒരാൾക്ക്. അത് കഴിഞ്ഞ കമലഹാസന്റെ പടമൊക്കെ വരുമ്പോ എല്ലാം കമലഹാസന്മാരാ. അന്നത്തെ മിക്കവാറും കമലഹാസന്റെ പടത്തിന് അതൊക്കെ ബ്ലഡ് ക്യാൻസർ ആണ് പുള്ളി. അത് ചുമച്ചൊക്കെ ഇന്റർവ്യൂലും ഭയങ്കര ചുമയാണ് അത്. കംപ്ലീറ്റ് കമലഹാസന്മാരെ ഇറങ്ങാം എന്ന് പറഞ്ഞ പോലെ ആണ് ഇപ്പൊ ഇത് പറയുന്നത്. ഇൻസ്പിറേഷൻ. ഈ 15 വർഷത്തിൽ ഞാനൊരു റീലിൽ കാണുന്നുണ്ട് ബാബുചേട്ടൻ പറയുന്നത്. അതായത് 15 വർഷം ഞാൻ ഊമയായിരുന്നു. 15ാമത്തെ വർഷമാണ് എൻ്റെ അടുത്ത് ജോഷി സാർ പറയുന്നത് എനിക്കൊരു ഡയലോഗ് ഉണ്ട്. അത് രഞ്ജി സാർ എഴുതി തന്ന ഡയലോഗ്, ഒരു 5 പേജ് ഡയലോഗ് എന്ന്. ഈ 15 വർഷം നമ്മൾ പിടിച്ചു നിൽക്കണല്ലോ. നമുക്ക് ഭയങ്കര പാഷൻ ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ 15 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു ലോങ് ടൈം അല്ലേ? അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഉണ്ടാക്കിയ ഫാക്ടർ എന്തായിരുന്നു? അതായത് മുന്നോട്ട് പോകണം എന്ന് തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടിയുള്ള അടുത്ത പടത്തിൽ പോയി ഇടിയുള്ള അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ. ഇത് കഴിയുമ്പോഴേക്കും അടുത്ത പടത്തിലേക്ക് പോകുന്നു, അവിടെ പോയി ഇടികൊള്ളുന്നു, അതിന് അടുത്ത പടത്തിലേക്ക് പോകുന്നു. ഈ ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഗുണ്ട എന്നുള്ള ക്യാരക്ടർ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ട പോളിഷ് ചെയ്തിട്ട് പോലീസാക്കി. ഇടികൊള്ളുന്ന പോലീസ്, അപ്പോൾ എല്ലാം പോലീസാ. മറ്റേത് കള്ളികൊണ്ടൊക്കെ കൊടുത്ത് ഇവിടെ മാർക്കൊക്കെ ഇട്ട് വന്ന സംഭവം മാറ്റിയിട്ട് പിന്നെ എഴുത്തുകാരതിന് ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞാനൊക്കെ പോലീസ് ഓഫീസറായിട്ട് എന്തോരം ഇടികൊണ്ട് അറിയാമോ. ഡ്രസ് ഇട്ടുകാരാ ഇടിയുള്ള അങ്ങനെ ക്യാരക്ടറായിരുന്നു. പ്രജയിലാണ് മറ്റേ ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിനു മുമ്പ് തന്നെ സിനിമയൊക്കെ മതിയാക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തു. പിന്നെ ഡയറക്ടർ ആവണം, സിനിമയെ തന്നെ വേണമെന്നുണ്ട്. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ പഠിക്കാൻ പോയി. അവിടെ ചെന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജോഷി സാറ് വിളിച്ചിട്ടാണ്. അപ്പോൾ ആരോ മറ്റേ മോഹനേട്ടനായിരുന്നു കൺട്രോളർ. അപ്പോൾ അദ്ദേഹം ഭയങ്കര കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് പോകുന്നു. സുബൈറിന് ഡ്രസ്സ് കിട്ടി, അപ്പുറത്തിരിക്കുന്നവന് കിട്ടി, എല്ലാം കിട്ടി, എനിക്ക് മാത്രം ഡ്രസ്സില്ല. അപ്പോൾ ഈ പോകുന്ന സംഭവം ഹെഡ് കോൺസ്റ്റബിൾ പോയി, SI പോയി, CI പോയി. ഇനി ആരാണ് ഇങ്ങനെ ഇനി നമ്മൾ താഴേക്കാണല്ലോ. പോകുന്ന ഹെഡ് കോൺസ്റ്റബിൾ ഒക്കെ പോയി കഴിഞ്ഞു. അവനോട് ഇട്ട് മറ്റേ സാധനമൊക്കെ വരുന്നു. അങ്ങനെ എൻ്റെ ഡ്രസ്സ് മാത്രം വരുന്നില്ല. അങ്ങനെ ഈ ഇങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ട് രഞ്ജിയേട്ടൻ കൊടുത്തിട്ട് ഇങ്ങനെ വായിച്ച് വന്നിട്ട് കുറച്ച് ഇങ്ങനെ അനീഫയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഈ അനീഫയ്ക്കാണല്ലോ എന്നെ സിനിമയെ കൊണ്ടുവന്നത്. അപ്പോൾ അനീഫയ്ക്ക് ഇങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പുച്ഛത്തുള്ള നോട്ടമായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ എന്ന് പറയും സാധനം തന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തൊന്നും കാണാനില്ല. കുറേ നടച്ചേരി എന്ന് പറയുന്ന ഒരാളുടെ കുറേ ഡയലോഗ് ഉണ്ടായിരുന്നു. നമുക്കതൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അപ്പം ഞാനിത് നോക്കി പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്ന കാര്യം പറഞ്ഞ് ഈ സാധനം തിരിച്ചറിയില്ല കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു ഡ്രസ്സ് വരുന്നു ഫുൾ മറ്റേ സ്റ്റാർ ഇങ്ങനെ മറ്റേ ആ കോസ്റ്റ്യൂമർ കൊണ്ടുവരുന്നു. അതിൻ്റെ പുറകെ രഞ്ജിയേട്ടൻ ഫുൾ സെറ്റപ്പായിട്ട് എടാ ഡ്രസ്സ് ഇടുന്നു പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡ്രസ്സ് പേര് നോക്കുമ്പോൾ മടച്ചേരി. ദൈവമേ ഈ സാധനമാണോ വന്നത്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജോഷി സാറിന് പൊതുവേ കുരുത്തം കെട്ടവർ ഭയങ്കര ഇഷ്ടമാണ്. ജോഷി സാർ കുരുത്തം കെട്ടവർ ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. അപ്പം ഞാൻ ഈ ജോഷി സാറിൻ്റെ പടത്തിനൊക്കെ ഈ ഇടികൊള്ളാനും ബേളത്തിനൊക്കെ പോകുമ്പോൾ അദ്ദേഹം അന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇല്ല സാർ നമുക്ക് ഒന്നുകൂടിയും ചെയ്യാം സാറേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇടികൊള്ളുന്ന സമയത്തായാലും അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഇതായിരിക്കാം പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ ഈ സാധനം വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ അന്ന് സ്റ്റഡി ക്യാമൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റഡി ക്യാമിലാണ് ഫസ്റ്റ് ഷോട്ട്.
അതൊരു വലിയ ലോങ് ഡയലോഗ് നമ്മുടെ ഐശ്വര്യ ഇല്ലേ, നമ്മുടെ ലക്ഷ്മി മാഡത്തിൻ്റെ മോള്, അവരെ കൈ കയറി പിടിക്കണം, ഡയലോഗ് പറയണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. 13 ടേക്കണം. ഈ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ഇന്റർവെല്ലായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് എടുത്ത ടേക്ക് വെച്ചിട്ട് പറഞ്ഞാൽ മതി മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ലാലേട്ടൻ വന്നു. പിന്നെ ലാലേട്ടൻ്റെ പ്രൊഫഷനിലേക്ക് കിടന്നു. ഞാനന്ന് വൈകിട്ട് 5 മണിക്ക് ജോർജ് സാറിൻ്റെ മുഖത്തൊന്നും സന്തോഷമില്ല. ഞാൻ കവിത ടൂറിസ്റ്റുകളെ താമസിക്കണം. അപ്പം ഞാൻ അവിടെ പോയിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇത്രയും വലിയ സാധനം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രാഗി. എന്നിട്ട് ഞാൻ വെറുതെ അവിടേക്ക് ഒന്ന് നടന്നിട്ട് ഈ സാധനമൊക്കെ ഒന്ന് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ മനസ്സിലൊരു ജോർജ് സാർ ചിലപ്പോൾ കാലത്തെ എടുക്കാമെന്ന് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് കറക്റ്റ് അതുപോലെ ചെല്ലുന്ന ഡ്രസ്സ് ഇട്ട് എടാ നമുക്ക് മറ്റേ ഒന്നുകൂടി എടുക്കാം. ഞാൻ റെഡി സാർ എന്ന് പറഞ്ഞു. ഒരൊറ്റ ടേക്ക് കംപ്ലീറ്റ് സെറ്റപ്പ് മൊത്തം കയ്യടി. അനീഫൊക്കെ വന്ന് കെട്ടിപ്പിടിക്കണ്. ഭയങ്കര ആ സാധനമാണ് ആ പടത്തിൽ ഇട്ടിരിക്കണേ. അപ്പം ഞാൻ അനീഫക്ക ഇങ്ങനെ ഞാൻ സംഭവം ചെയ്തു. ഓ ഞാൻ ഇന്നലെ ചെയ്തതെന്ന്, ഞാൻ ഇന്നലെ നിന്നെ സിനിമയെ കൊണ്ടുപോകുന്നല്ലോ എന്ന് അതും ഫിലിം ഫോർമാറ്റാണേ. ഓരോ ടേക്കിനും ഇത് ഒരു ദാരിദ്ര്യം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുവരെ പുള്ളി മാറി എന്ന ആളൊക്കെ പിന്നെ നെഞ്ചൊക്കെ ഉരിച്ചിട്ട് ഫ്രണ്ടിൽ വന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ തള്ളി 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 ക്ലൈമാക്സ് വരെ വന്നു. ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. അതാണ് ആദ്യത്തെ എൻ്റെ ഒരു ഡയലോഗിന്റെ ഒരു അനുഭവം. ഇതിലിപ്പോ എങ്ങനെയാ ബിബിൻ ജോർജ് വേഴ്സസ് ബാബുരാജ് ആണോ അതോ ബിബിൻ ജോർജ് ആൻഡ് ബാബുരാജ് വേഴ്സസ് മുരളി ഗോപി അങ്ങനെയാണോ? എങ്ങനെ വേണേലും പറയാം. ഡയറക്ടർ പറഞ്ഞ ഫുൾ ഐസിയുനെ കുറിച്ച് പറയാനാട്ടോ. ഐസിയു എന്ന് പറഞ്ഞ പേര് തന്നെ, ആ പേരിൽ തന്നെ ഒരു എല്ലാം ഉണ്ടല്ലോ. ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു ഐസിയു. അപ്പൊ ഇതിലും അടികൊള്ളലാടാ. അതൊന്നുമല്ല, അതാണ് താന്തോന്നി അഭിനയിക്കുമ്പോ ഏകദേശം നൈറ്റ് ഷെയ്ഡൊക്കെ ക്യാരക്ടറുകൾ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു. വന്നപ്പോ അത് ഭയങ്കര അപ്ഗ്രേഡ് ആയി. താന്തോന്നി രാജുവിന്റെ ഒക്കെ ഒരു ആക്ഷൻ പടത്തിൽ ആയിത്താന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ആ കളമശ്ശേരി ആ റബ്ബർ തോട്ടത്തിൽ ആ ജീപ്പിന് പോകുന്ന സംഭവത്തിനകത്തൊക്കെ അന്നൊക്കെ രാജു ഇങ്ങനെ ഇതിലേക്ക് വരുന്നുള്ളൂ, ആക്ഷൻ സംഭവത്തിലേക്ക് വരുന്നുള്ളൂ, മുണ്ടൊക്കെ കൊടുത്ത്. അന്ന് നമുക്ക് തന്നെ പരിപാടി, നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെ സെറ്റപ്പ് എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, വെല്ലുവിളിക്കുക, അടി മേടിക്കുക. പണ്ടൊക്കെ ഈ വെല്ലുവിളി കൂടുമ്പോൾ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടത്, വെല്ലുവിളി കൂടുമ്പോൾ നമ്മൾ ദൈവമേ അയ്യോ അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ ഈ രാവണപ്രഭുക്ക് റീ റിലീസ് ചെയ്യലോ, ഇത് തിയേറ്ററിൽ കാണുമ്പോ മറ്റേ നടേശ മുതലാളി നോക്കും, ഇത് നമ്മളെ ഏറ്റവും പറഞ്ഞിട്ട് ലാലേട്ടൻ മറ്റേ ലൂസിഫറിൽ മറ്റേ കാലുമൊക്കെ ചുമരിക്കേറ്റല്ലേ, ആ സാധനം ആദ്യം നടേശന്റെ നെഞ്ചത്താണ് ലാലേട്ടൻ പരീക്ഷിക്കുന്നത്. ഫുട്ബോൾ പോലെ അടിക്കണം. ഇത് കൊണ്ടതിന് ശേഷം ഇദ്ദേഹത്തെ ചികിത്സക്കുള്ള കാശ് കൊടുത്ത കാർത്തികേയന്റെ മനസ്സ്, കാർത്തികേയന്റെ മനസ്സല്ല, അത് രഞ്ജിത്തേട്ടന്റെ മനസ്സാ, ഡയറക്ടർ രഞ്ജിത്തേട്ടന്റെ മനസ്സാ. ഞാനെന്തോ വലിയ സംഭവത്തിലാണ് അവിടെ ചെല്ലുന്നത്. അപ്പം 4 ദിവസമായിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടണ തട്ട. അപ്പൊ കണൽ കണ്ണൻ മാസ്റ്റർ ആദ്യമായിട്ട് ലാലേട്ടനെ കിട്ടിയേക്കാം. അങ്ങനെ പുള്ളി വെച്ച് പേരൊക്കെ 1 ദിവസം 2 ദിവസം 3 4 ദിവസം. അപ്പം ഞാൻ ആന്നിച്ചേട്ടൻ ഞാൻ ഒറ്റ മുറിയിലാണ് താമസിക്കണം, ആന്നി പെരുമ്പാവൂർ ഞാനും ഒരു മുറിയിലാണ് താമസിക്കണം അവിടെ. അപ്പോൾ ആന്നിച്ചേട്ടൻ വൈകിട്ടാകുമ്പോൾ മറ്റേ അമൃതൊക്കെ കൊണ്ടുവന്ന് തരും. പിറ്റേ ദിവസം കാലത്ത് ചെല്ലുന്നു, ഇടി കൊള്ളുന്നു, വീഴുന്നു. അപ്പോൾ ഈ ഇടി കൊണ്ട് ഇപ്പം എന്താക്കി രഞ്ജിത്തേണ്ണ അപ്പം എഴുതി ഉണ്ടാക്കിയ ഡയലോഗാ, ഈ നോട്ട് വെച്ചിട്ട് ഇങ്ങനെയും പറഞ്ഞോളാൻ പറഞ്ഞു, നിനക്കും അർണോൾഡിനൊക്കെ പിടിച്ചു വെക്കണമെങ്കിൽ. അത് നമുക്ക് വേണ്ടി പുള്ളി ചെയ്ത ഒരു ദയാദാക്ഷ്യം. ഈഗോ ഉള്ള ഒരു ഗുണ്ടയാണെങ്കിൽ ഇത് പുള്ളി അപ്പൊ അതാണ് നടേശ കൊല്ലണ്ടാന്നുള്ള സാധനം, അങ്ങനെ വന്ന സാധനം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ഏതാണ് കാര്യം, കൂടുതൽ ഈ തള്ളു കൂടുന്നോറും ഇടി കിട്ടുന്ന ഇടി. അതെ. അപ്പൊ ഈ രാജംപി ദേവേട്ടന്റെ മകനായിരുന്നു ഞാൻ കുറെ സമയം. അന്ന് രാമന്റെ ചേട്ടനാണല്ലോ ഭയങ്കര വില്ലൻ. അപ്പൊ ഞാൻ സ്ഥിരം മകനാ പുള്ളിയുടെ. ഇയാളൊക്കെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക, പെണ്ണുങ്ങളെ ഇയാളതങ്ങോട്ട് ആക്ഷേപിക്കുക, മകൻ ഇങ്ങനെ പുറകെ നിൽക്കുക. ഇതെല്ലാം അതിന്റെ ബാഗിൽ ടോണി ഉണ്ടാവും. ടോണി അവസാനമൊക്കെ വരുള്ളൂ. അങ്ങനെ ഞാൻ മിക്കവാറും ഇതിന്റെ വെള്ളിലാണ് ഇങ്ങനൊക്കെ വന്നിട്ട് ഇയാള് കുറെ ഡയലോഗ് പറഞ്ഞിട്ട് ലാസ്റ്റ് എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടിയാ. ഇത് ഇങ്ങനെ കയറി പുള്ളി വന്നിട്ട് തോളത്തൊക്കെ പെണ്ണയുടെ കൈ വെക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ ദൈവമേ ഇടിയുടെ പ്രശ്നം പൂര പറമ്പായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രാജേണ്ടി പറഞ്ഞ ഒറ്റയടിക്ക് പിന്നെ ഔട്ട് പോയിട്ട് പുള്ളി തെലുങ്ക് പടവും തമിഴ് പടവും കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ 5 ദിവസം കഴിഞ്ഞിട്ട്. അത്രയും ദിവസം നമ്മളാണ് ഇടി കൊള്ളണത്.
ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നതെന്ന് പറയും നമ്മുടെ സിനിമയായിട്ട്. ഇതെല്ലാം ഐസിയിലെ ലാസ്റ്റ് അതെ, ഇടയ്ക്കിടയ്ക്ക് ഐസി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് വേണ്ട വേണ്ട എന്ന് പറയും. ഈ ഇങ്ങനെ ഇടിച്ച് പെരുക്കി വിടുന്ന പരിപാടിയൊന്നും ശ്രീകാന്തേട്ടൻ അയ്യോ, തോന്നല്ലേ? ഇദ്ദേഹം മറ്റേ പ്രിയൻ സാറിന്റെ ആളല്ലേ. ഞാൻ അതിന് മുമ്പ് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം, വളരെ ഭയങ്കര രസമായിട്ട് തമാശ രൂപമായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യം വെച്ചാൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സാറിനോട് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഹിന്ദി ഡയലോഗുകൾ പറയുന്ന ബാബുരാജിനെ കണ്ടിട്ടുണ്ട്. പൂനെ ലോ കോളേജ് ഹിന്ദിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് ബാബുരാജ്. ബാബുരാജ് ഇപ്പോൾ തമാശയായിട്ട് പറയുന്നു, പിന്നിൽ നിൽക്കുന്നു പറയുന്നത്. നമ്മുടെ മലയാളത്തിലെ ഗോഡ് ഫാദർ ഹിന്ദിയിൽ ചെയ്യുമ്പോൾ അമരീഷ് പുരിക്കും അക്ഷയ് ഖന്നയ്ക്കും ജാക്കി ഷ്രഫിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഒറ്റ വില്ലൻ അത് ബാബുരാജാണ്. അത് അടങ്ങി കിടക്ക അവിടെ. എനിക്ക് ഇവിടെ മാത്രമല്ലടാ പിടിയുന്നത് കേട്ടോ അല്ലേ? അമരീഷ് പുരി പോലുള്ള ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ സാറിനോടും മുരളി നല്ലോളി സാറായിരുന്നു അസോസിയേറ്റ്. മുരളിയോട് ചോദിച്ചു, സർ ഡയലോഗുകൾ ബാബുരാജൻ തന്നെയല്ലേ ആയിരിക്കും ഡബ് ഉണ്ടാവുന്നത്? അദ്ദേഹത്തിന് ഹിന്ദി അറിയാമോ? അതെനിക്കറിയാം. ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ ബാബുരാജൻ ഡബ് ഉണ്ടാവാൻ അതൊക്കെ നോക്കാം. അതിപ്പം ഡയലോഗ്സ് എല്ലാം കൊടുത്തു, പുള്ളിക്കാരൻ മാത്രമേ ഓപ്പോസിറ്റ്. അപ്പൊ അങ്ങനെയൊരു സീക്വൻസ് കണ്ട ആളാണ്. അപ്പോൾ അത് കൂടാതെ കിളിച്ചുണ്ട് നമ്മൾ. അതിലും തിലകൻ ചേട്ടന്റെയും വി കെ ശ്രീരാമേട്ടന്റെയും ലാൽ സാറിന്റെയും ശ്രീനി ചേട്ടന്റെയും ഒപ്പം നിന്നിട്ടാണ് ബൈജു ചേട്ടന്റെ ഒപ്പം നിന്നിട്ടാണ് ബാബുരാജ് പെർഫോം ചെയ്തിട്ടുള്ളത്. അയ്യോ, അതിന്റെ ഒരു പൂക്കി സാധനം ബാബുചേട്ടൻ തന്നെ പറഞ്ഞിട്ടല്ലോ, ക്ലൈമാക്സ് സീൻ, മറ്റേ വെള്ളത്തിൽ കിടക്കുന്ന സീൻ, ഗുണ്ടകളൊക്കെ വെള്ളത്തിൽ കിടന്ന പ്രിയൻ സാർ ഈ പറഞ്ഞ പോലെ ജോഷി സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇങ്ങനെയുള്ള ഞങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാ പടത്തിലും നമ്മൾ വിളിക്കുകയും ചെയ്യും, ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സിനിമയുടെ സംഭവം, നമ്മുടെ അതിൻ്റെ പേരെന്താണ് ഹിന്ദി സിനിമയുടെ? ഹൽച്ചൽ. ഈ ഹൽച്ചൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതിനൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പ്രിയൻ സാർ ഹിന്ദി പടം ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഞാൻ വെറുതെ കാലത്തെ പോയിട്ട് സാർ കൈസാ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. അപ്പോൾ രണ്ടൊന്നും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹിന്ദിയൊക്കെ പറിച്ചത്. അപ്പോൾ എൻ്റെ കേട്ടിട്ട് അബൂ സലീമും സാർ അച്ചേഹു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് എന്താണ് നിങ്ങളുടെ ഹിന്ദി? ഞങ്ങൾ സാറ് ഹിന്ദി പടം ചെയ്യാൻ പോകണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് സാറേ ഞാൻ ഭയങ്കര ഹിന്ദി, ഞാൻ പൂനെയിലാണ് പഠിച്ചത്. ഞാൻ പണ്ട് പഠിച്ചിരുന്ന ഒരു പദ്യത്തിന് മാം തേരി ഗോദി മെഹി ബെസ്ത മേര സച്ചാ സ്വർഗദാം എന്നൊക്കെ വെറുതെ അടി. സാർ പറഞ്ഞു, അത് മതി, നാളെ മുതൽ ഇത് വേണ്ട, നിന്നെ വിളിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ തമാശയാന്നേ വിളിച്ചത്. അപ്പോൾ കഴിഞ്ഞ് കറക്റ്റ് അതുപോലെ തന്നെ എന്നെ വിളിക്കുന്നു. ഞാൻ വീനസ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയാണ് എൻ്റെ പ്രൊഡ്യൂസർ. നമ്മളിവിടെ ഒന്ന് ക്യാരവണൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചെല്ലുമ്പോൾ ക്യാരവൺ. അപ്പം ഞാൻ വെറുതെ മനുഷ്യനെ നാണം കെടുത്തല്ലോ, നിന്റെ ക്യാരവണിൽ പോയി ഇരിക്കുന്നു പറയുമ്പോൾ ബാബുരാജ് പേരെ കുടിച്ച് ക്യാരവൺ. ഫുഡ് മെനു എന്താ വേണ്ടത്? മറ്റേത് വേണോ? ചിക്കൻ 3 മണിക്ക് എന്താണ്, 5 മണിക്ക് എന്താണെന്നൊക്കെ സംഭവം. സാർ 5 മണിക്ക് ശേഷം എന്താ പരിപാടി? അപ്പോൾ അവിടെ എല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണല്ലോ, ജാക്ക് ഷറഫ് അവരെല്ലാവരും 5 മണിക്ക് കഴിഞ്ഞാൽ അടച്ച് പോണ പരിപാടി. അപ്പം അങ്ങനെ ഞെട്ടിച്ചൊരു സിനിമ. സംഭവം നമുക്ക് പേഴ്സണലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ ആകസ്മികമായിട്ട് കൊണ്ടുതന്നാന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ എവിടെ പറയും. അപ്പൊ നമ്മളിപ്പുറത്ത് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ, നമ്മുടെ കയ്യിൽ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പാഡ്, റൈറ്റിംഗ് പാഡ് ഉണ്ടാവും, സ്ക്രിപ്റ്റ് പാഡ് ഉണ്ടാവും, പലപ്പോഴും ക്ലാപ്പ് ബോർഡ് ഉണ്ടാവും. പിന്നെ പ്രിയൻ സാറിന്റെ ഒരു വർക്കിംഗ് സിസ്റ്റം ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മൾ മാത്രമേ അറിയുള്ളൂ ഈ നമ്മുടെ അഭിമാനം. ഓപ്പോസിറ്റ് ത്യാഗരായ മാസ്റ്ററാണ് ഫൈറ്റ്. എനിക്ക് അതിനകത്ത് പ്രിയൻ സാറിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ, അവിടെ ഡ്യൂപ്പ് ഇടരുതിട്ടാ, നമ്മുടെ അഭിമാനം കളയരുതിട്ടാന്ന് പറഞ്ഞു. കാരണം അവിടെ എല്ലാം ഡ്യൂപ്പാ. അപ്പം അതിനകത്ത് ഇതിലേക്ക് വന്ന് ചാടുന്നൊരു ഷോട്ട് ഉണ്ട്, കാളവണ്ടിയിലേക്ക് ചാടിയിട്ട് ഈ കാളവണ്ടിയുടെ ഇങ്ങനെ വീലിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട്. ഞാൻ പറയില്ല സാറേ, ഞാൻ ഡ്യൂപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇവർ ആ ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പരേഷ് ട്രാവല് ഇവരൊക്കെ നിൽക്കുക. കാരണം അവർ അങ്ങനെ ഡ്യൂപ്പ് ആണ് ചെയ്യുള്ളൂ, ആർട്ടിസ്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ പറഞ്ഞേക്കെ അതേ കിടക്കണവരും കൂടി മസ്റ്റർ ഒന്നുകൂടി വേണോ? എൻകൗണ്ടർ പോലെ അതായിരുന്നു നമ്മുടെ പേടി. ഡയലോഗുകള് ഞാൻ ഇപ്പം പറയാം, ഡയലോഗുകള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ആർട്ടിസ്റ്റുകളല്ലേ, പക്ഷെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ കണ്ടെന്ന് പറയാം. ഈ ഗുണ്ടയായിട്ട് എന്തൊക്കെ അവരെ തമാശ പറയുമ്പോൾ കണ്ടന്റ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് കണ്ടവരിൽ ഒരാളാണ് ഞാൻ. പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മറ്റേ കിളിച്ചുണ്ടമാമ്പഴത്തിലെ ക്ലൈമാക്സും അതിന് മുമ്പ് 3-4 സീക്വൻസുകളിലും വളരെ പ്രധാനപ്പെട്ട ഡയലോഗുകളും കഥയിലെ ഏറ്റവും നല്ല രസമുള്ള
ലാൽ സാറിൻ്റെ അടുത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. അന്ന് ഈ ഡയറക്ടർമാർക്ക് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഉള്ള സ്നേഹം ഭയങ്കരം. കാരണം നമ്മളതുപോലെ അവർക്കറിയാം നമ്മുടെ കഷ്ടപ്പാടും ബഹളങ്ങളും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കിളിച്ചുണ്ടമ്മാമ്പഴത്തിന് ആ ഹീറോയിനില്ലേ നമ്മുടെ മരിച്ചുപോയ സൗന്ദര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് ചവിട്ടുന്നൊരു സംഭവം ഉണ്ട് അവരുടെ വയറിന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയണേ പ്രഗ്നൻ്റാണ് സൂക്ഷിക്കണം. അയ്യോ അമ്മ മേഡം ഒരിക്കലും ഞാൻ ടച്ച് ചെയ്യില്ല, പുള്ളിക്കാരി പ്രഗ്നൻ്റാണ് എന്ന്. അപ്പം എനിക്കത് പറഞ്ഞോടുകൂടി എനിക്കൊന്നുകൂടി പേടിയായി, പിന്നെ അറിയാണ്ട് കൊള്ളുമെന്നൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ഈ വയറിൻ്റെ അങ്ങോട്ട് പോകില്ല, ചവിടുമ്പോൾ എടാ കുറച്ചൊരു ഹൈറ്റിൽ ചവിട്ട്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ മറ്റേ ആക്സിഡൻറ്റും ഒക്കെ ആയത്. പലപ്പോഴും ഒരു കംഫർട്ട് എപ്പോഴും ഡയറക്ടേഴ്സ് നോക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. എപ്പോഴും അവർ നോക്കുക കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അവരുടെ കൂടുതൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മളെ വിളിച്ച് ജോഷ് സാറിൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ പോലും. ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരാളും പോവില്ല. സംസാരിക്കാൻ പോകുന്ന ആരൊക്കെന്ന് കേട്ടോ? ബിജു പപ്പൻ, ഞാൻ, ഞങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിതിൻ്റെ പുറകെ ജോഷ് സാർ അവിടെ ഇരിക്കേണ്ട ഈ പുറകിൽ ഇരിക്കാൻ ഉറപ്പുള്ള ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. ഇത്രയാണ് മാറിയാലും ഇരിക്കുക. അപ്പോൾ നമ്മൾ ചിരിയാണ് എന്താടാ അപ്പം ഇല്ല സാറേ എന്നുകൊണ്ട് എന്തെങ്കിലും പൊട്ടത്തരമായിരിക്കും. അതുപോലെ ജോസ് ഇപ്പൊക്കെ പക്ഷെ അത് കേൾക്കണം ജോഷി സാറിന്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ഇവിടെ നിന്ന് പറയണത് കേൾക്കണം. അത് ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് പോയി പറഞ്ഞു കൊടുക്കും. അത്ര സീരിയസ് ഒരാൾ പോലും ഈ പറയുന്ന ലാലേട്ടനായാലും മമ്മൂക്കായാലും ആ അടുത്തേക്ക് പോകണതിനെ പേടിച്ചിട്ട് പോകണ ഞങ്ങൾ 3 പേര് പുറകിൽ എല്ലാ പടത്തിലും ഉണ്ടാവും. സുന്ദരനായിട്ടുണ്ട് എന്ന് എന്നോട് പറയാൻ പറഞ്ഞില്ലേ? ഇതെങ്ങനെ മനസ്സിലായി? പ്രായം കുറഞ്ഞു വരികയാണല്ലോ. താങ്ക് യു. നല്ല മനസ്സായിട്ട്. എന്താ ഇതിൽ സംഭവിക്കണേ? ഇതിൽ ഞാൻ ഉണ്ണിന്റെ ദോസ്തായിട്ടാ, ചങ്ങായി ആയിട്ടാ. അതായത് ഉണ്ണി തന്നെ ക്യാരക്ടർ. ഞാൻ സ്നേഹം കൊണ്ട് ഉണ്ണിന്ന് വിളിച്ചത്. അല്ല ദാസൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അല്ല സ്നേഹം കൊണ്ടാണ്, അതല്ല പേര്. അപ്പൊ കൂടെ തന്നെ ഉണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചങ്ങായിട്ട്. സിനിമയുടെ കണ്ടന്റിന് പ്രാധാന്യം അതൊക്കെ മലയാളിയാണ്, മലയാള സിനിമകളാണ് അങ്ങനെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ലോകത്തിനാണ് മാതൃകയാവുന്നത്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എടുത്താൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ നിലയ്ക്ക് വളരെ സോൾഡ് ആയിട്ടൊരു കണ്ടന്റും നല്ല രസമുള്ള പെർഫോമൻസസും പിന്നെ ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെന്റ്സും കൊമേഴ്ഷ്യൽ എന്റർടൈനിങ് ഉള്ള ഫിലിം. ഇതിൽ ശ്രീകാന്തന്റെ പരിപാടി എന്താ? ഇതിൽ ഞാൻ ഒരു വളരെ ഈ എന്താ പറയാ തലമുടി നരപ്പിക്കാനും താടി നരച്ചൊക്കെ അഭിനയിക്കാനും അങ്ങനെ അഭിനയിക്കേണ്ടവരൊക്കെ തലമുടി കറുപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പല സിനിമകളിലും അച്ഛനായിട്ടോ അമ്മാവനൊക്കെ അഭിനയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഈ സിനിമയിലും ഞാനൊരു പൂക്കിയച്ഛനാണ്, സ്നേഹമയ്യായ അച്ഛനാണ്. അല്ല പൂക്കിയച്ഛനാണ്. അവന്റെ എല്ലാ ആഗ്രഹങ്ങളുടെ പുറകെ നടക്കും, അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ്. റിയൽ ലൈഫ് എങ്ങനത്തെ അച്ഛനാ? പൂക്കിയച്ഛൻ തന്നെയാണ്. ഏറെക്കുറെ. ഏറെക്കുറെ അല്ല, ഞാൻ സ്പാ കണ്ടോ നിങ്ങൾ ആരെങ്കിലും? നല്ല ഹ്യൂമറുള്ള പടം. എന്റെ ഈ ഹ്യൂമറൊക്കെ ഉണ്ട്, ഭയങ്കര തീരെ ലാഗില്ലാത്തൊരു പടം. ഈ ശ്രീകാന്തന്റെ ഒരു നടപ്പുണ്ട്, ആ നടപ്പ് അതായത് ഈ സ്പാന്ന് പുള്ളി ഇറങ്ങി പോകുന്ന ഒരു നടപ്പുണ്ട്. ആ നടപ്പ് കണ്ടൊരു 10 പോയി പരിചയമുള്ള ആളാണേ. റിയലി? നിങ്ങളെന്താ വിചാരിച്ച? അല്ല അപ്പൊ പിന്നെ നടന്നിട്ടില്ല, പക്ഷെ അങ്ങനെ നടക്കേണ്ടി വന്നിട്ടില്ല. അത് എങ്ങനെ നടന്നത് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ എങ്കിലും ഊഹിക്കാവുന്നതാണല്ലോ. അതെങ്ങനെ ക്യാരക്ടർ വന്നത്? അതായത് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുമ്പോഴേ ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ ശ്രീകാന്തേട്ടന് മെസ്സേജ് അയച്ചില്ല. നടപ്പ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ആലോചിച്ചു, അതായത് ഈ നടപ്പ് ഇങ്ങനെ ആക്കാം എന്നുള്ളത് ഇത് എങ്ങനെ തലയിലേക്ക് വന്നു? ICU സിനിമയിലെ നമ്മളെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഡയറക്ടേഴ്സും ഈ സിനിമയെ കുറിച്ചിട്ടായാലും ഒരു ബ്രീഫ് നമുക്ക് കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ചില റിസർച്ചുകളും പരിപാടികളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അത് നടപ്പൊക്കെ സംഭവിക്കുന്നത്. അതേ ഉള്ളൂ. അതാണ് ആ സമയത്ത് ബ്രീഫിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് ഭയങ്കര വലിയ മാജിക് ഒന്നുമില്ല. മാജിക് ഉണ്ടെങ്കിൽ ആ മാജിക് ഡയറക്ടർ നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതാണ്. ഇതില് ICUല് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ഒരു എൻട്രി ഉണ്ട്, അവരതിന്റെ ക്യാരക്ടറിന്റെ എൻട്രി. അപ്പം വളരെ ഡ്രാമാറ്റിക് ആയിട്ട് ഭയങ്കര ഡ്രാമയൊക്കെ ഭയങ്കര RR സപ്പോർട്ട് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ട സംഭവമാണ്. പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പോഴത്തെ കാലത്തെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ സ്വാഭാവികമായിട്ട് നടന്നേക്കും എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് അങ്ങനെ ഭയങ്കര രസമുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രീകാന്ത് സിനിമയിൽ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്ന് പിടച്ചെന്നറിയാമോ? നമ്മൾ പ്രിയൻ സാറിന് ശേഷം കാണുന്നൊരു ആ കായ് വഴിയിൽ കാണുന്ന ഒരാളാണ്. പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകേണ്ട ഒരാളല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ചോദിച്ചു എന്താണ് അടുത്ത പ്രൊജക്റ്റ്. കാരണം
ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ വരുന്നത്. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇതിലേക്ക് ഒരു സംഭവം വരുന്നു. ഞാൻ നോക്കുമ്പോൾ ആശാൻ ഫുൾ ടൈം അഭിനയം തന്നെ അഭിനയം, മറ്റൊന്നും നോക്കണില്ലേ? അഭിനയിക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. ഹം ലോഗ് അഭി ഹിന്ദി സിനിമയിലായിരിക്കുക എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ സിനിമയിലായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിലിപ്പോ അഭിനയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഞാനത് തന്നെയാണ് പറഞ്ഞ മറുപടി. അഭിനയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സിനിമയിലുണ്ട്. അഭിനയം ഡയറക്ഷൻ എന്ന് വെച്ചപ്പോൾ ഇപ്പം ഇന്നത്തെ കാര്യം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 3 മാസം 4 മാസം കൊണ്ട്, പണ്ട് അതും വേണ്ട 2 മാസം കൊണ്ടൊക്കെ ഐശ്വര്യ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാസം ചുട്ടുകൊണ്ടിരുന്ന പുള്ളി 7 പടമൊക്കെ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ സ്ഥാനത്ത് 1 വർഷം 1 പടം ഡയറക്ടർമാർ പുറകെ നടക്കേണ്ടവർ. കാരണം അങ്ങനെ ആയി കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ട്. അപ്പൊ 1 വർഷം അങ്ങ് പോവാ അതിൻ്റെ ഉള്ളിൽ നിന്ന്. തന്നെയല്ല ഓരോ ആഴ്ചയിലും പുതിയ സിനിമകളും ഏറ്റവും നല്ല കോമ്പറ്റീഷൻസും ഉണ്ട്. ഇപ്പം നമുക്കും ICU എന്ന സിനിമയ്ക്കും ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ആ സിനിമ റിലീസാകുന്നത്. മുൻപുള്ളതുപോലെ നമുക്ക് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള റിസർച്ച് അതിന്റെ പിന്നാലെ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരൊന്നും ഒരു സിനിമയ്ക്ക് ICU എന്നൊരു പേരിടുമ്പോൾ നമുക്കറിയാം. അല്ല, അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരാണ്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അതെ. എവിടെയാണ് ചിന്ത പോയത്? ഇല്ല, ഞാൻ പെട്ടെന്ന് ഇവര് നമ്മുടെ നിങ്ങൾ ചോദിച്ചില്ലേ ആർട്ടിസ്റ്റുകൾ ചില മൊമെൻറ്റുകൾ നന്നായിട്ട് നടക്കുമെന്ന് പറയും. ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന അത് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മ വന്നതേ, ജോജി എന്ന് പറഞ്ഞ പടത്തിൽ ഇദ്ദേഹത്തെ കാണിക്കുന്ന സീനുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ പാസ് ചെയ്യുമ്പോൾ പുള്ളി ഇരുന്ന് എന്തോ ഇത് ചെയ്യുക, അതുവരെ ഇല്ലാത്തൊരു എന്ന് വെച്ചാൽ അത് ആ ക്യാരക്ടർ അതിന് മുമ്പ് പിന്നെ വെച്ചിട്ട് ഞാൻ കണ്ടില്ല, ഒരു കണ്ണടയുണ്ട് ഇങ്ങനെ. അത് ആർട്ടിസ്റ്റിന് ആ മൊമെൻറ്റിൽ കിട്ടുന്ന മാജിക്കാണ്. പുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ചേട്ടൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ആരോഗ്യത്തിനാണ് എല്ലാം. പക്ഷെ ആ ക്യാരക്ടറേ ആ കണ്ണ് കാണാത്ത പോലെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതാ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അവർ ഫീഡ് ചെയ്തതിൻ്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ സ്കൂൾ ഡിഫറെൻ്റ് ആണ്. ഈ പോത്തൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പറയുക, എല്ലാ ആർട്ടിസ്റ്റും എല്ലാവിധ കഴിവുകളുള്ള ആളാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ എടുത്തു പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഫൈൻ ട്യൂണിങ്ങാണ്. ഫൈൻ ട്യൂണിങ് അതിലാണല്ലോ ഒരാളുടെ അഭിനയം ഭയങ്കരമാണെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ കണ്ണങ്ങനെ അടയ്ക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ കൈ അങ്ങനെ എടുക്കണ്ട. കാരണം കൈ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡയലോഗിൻ്റെ ഫോഴ്സ് പോകും. ആ ഫൈൻ ട്യൂണിങ് ഉള്ള ഡയറക്ടർമാരുടെ പടത്തിലാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അതെ, നമ്മൾ എന്തെല്ലാം തെറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയുമ്പോൾ മാറ്റി പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു വലിയ സ്കൂളാണ് ഈ ആഷികബു സ്കൂൾ. ഇതൊക്കെ അതിൻ്റെ ഇതാണ്. ഇപ്പം ഞാൻ മറ്റേ പടം എന്താണ് അവിടെ തന്നെ അല്ലല്ല രാജുവും ഞാനും ടമാർ പടാർ ചെയ്യുമ്പോൾ പോത്തനകത്ത് അസോസിയേറ്റ് ആണ്. അപ്പം ഞാൻ ദിലീഷിനോട് നീ ചോദിച്ചാൽ അടുത്ത പടം അതാണ്. ചേട്ടാ ഒരു ചെറിയ പടമാണ് ചേട്ടാ, നമുക്കതിനകത്ത് വേഷമില്ല ചേട്ടാ, ഏതാണെന്നറിയാമോ ചെയ്യാൻ പോയത് മഹേഷിന്റെ പ്രതികാരം, ഒരു കുഞ്ഞിപ്പടം ഫഹദ് ഒക്കെ വെച്ചിട്ടൊരു കുഞ്ഞിപ്പടം. ചേട്ടാ ചേട്ടനെ പറ്റിയൊന്നുമില്ല. അവര് ടൈറ്റാനിക്കിനെ വിളിക്കണ വഞ്ചിന്ന്. അപ്പൊ പിന്നെ എന്ത് പറയാ. അപ്പൊ നമ്മളുണ്ടല്ലോ ആ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അതൊരു സംഭവം നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ സംഭവം. ഇപ്പൊ നമ്മളൊരു പുതിയ ഡയറക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യത്തിൽ 1-2 ദിവസം കൊണ്ട് മനസ്സിലാവും ഈ സ്കൂൾ എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടെങ്കിലും പല പ്രൈമറി സ്കൂളിലെ തുടക്കം ഡിഫറെൻ്റാന്ന് പറഞ്ഞ പോലെയാണ് ഈ ഓരോ ഡയറക്ടറുടെയും ഇത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ, ഇപ്പോൾ ഞാൻ സത്യനന്ദിക്കാട് സാറിൻ്റെ പടം മാത്രമേ ഞാൻ ചെയ്യാണ്ടിരുന്നുള്ളൂ. അതിപ്പോൾ ഞാൻ ചെയ്തു. ഞാൻ എല്ലാ പ്രാവശ്യം പിള്ളേർ, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഡയറക്ടറാണ് സത്യനന്ദിക്കാട്. ആദ്യം മാരേജ് കോളേജ് പഠിക്കുമ്പോൾ ഇതുവരെ എനിക്ക് പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ ഈ പടത്തിന് തന്നെ വിളിച്ചിട്ട് എടാ ഒരു അത്ര വലിയ സംഭവമല്ല, പക്ഷെ നല്ല സംഭവം. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ചെയ്തത് പട്ടിയെ പൂരിപ്പിക്കുമ്പോൾ എല്ലാവരും വേണം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷം ചെയ്യാൻ എല്ലാ ഡയറക്ടർമാരുടെയും പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സംഭവം. ഇപ്പോൾ പുതിയ പിള്ളേർ വന്ന് കഥ പറയുമ്പോഴും ഇപ്പോൾ ഈ കഥ പറയാന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിക്കും ഫസ്റ്റ് മോനെ ഇതിന് പ്രൊഡ്യൂസർ ആയതാണോ ഡയറക്ടർ ആയതാണോ എന്താ. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കേൾക്കില്ല. എന്താ അറിയാമോ, ഇവർ വന്ന് പറയുന്ന കഥയില്ലാത്ത ഒരു ആശയം ഉണ്ടാവും. നമ്മളത് ഏതെങ്കിലും പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ തന്നെ നമ്മളത് എടുത്തിടുവാനകത്ത്. അപ്പോൾ എന്ത് പറ്റും, അവൻ്റെ അത്രയും നാളത്തെ അധ്വാനം വെറുതെ ആയി പോകും. എപ്പോഴും അവൻ കൊണ്ടുവന്ന സാധനത്തിനകത്തൊരു ഒരു സാധനമുണ്ട്. കാരണം അതെൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കേട്ടൊരു സാധനത്തിനൊരു സാധനം ഞാനൊരു എഴുത്തുകാരോട് പറഞ്ഞിട്ട് അത് അങ്ങനെ ആ പടത്തിൽ വന്ന്, അത് ഞാൻ ആരാന്നൊന്നും പറയില്ല, ഞാനൊരു പടത്തിൻ്റെ കഥ കേട്ടിട്ട് ഒരു സ്ഥലത്ത് 2 പേര് എഴുതാനിരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സാധനമാണ്, അത് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ അതാണ് ബാഹുബലി. കുറേ നാളായിട്ട് ഇവർക്ക്
ICU ഇടയ്ക്കിടയ്ക്ക് പറയണത്. ICU. ആ അപ്പൊ ഇവര് കുറെ നാളായിട്ട് സ്ക്രിപ്റ്റ് ആവാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു സ്ഥലത്ത് ഒരു 3 മാസമായി ചീട്ടുകളി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കാലത്ത് ചെല്ലുന്നു. എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഇങ്ങനത്തെ ഒരു സാധനമാണ്, ഇത് ഇങ്ങനെയാണ് സംഭവം അപ്പോൾ രണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ഒരാഴ്ച അവരെ സംഭവം സൈതായിട്ടാ ഇതിപ്പോൾ ഡേറ്റ് ഒക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായ ഒരു പടം മലയാളത്തിൽ. ഞാൻ എൻ്റെ പേരൊന്നും പറയാനില്ല. അയ്യോ, അപ്പൊ ഇതിന് ഈ ഒറിജിനൽ കഥ പറഞ്ഞ ആൾക്ക് അത് മനസ്സിലായി ചേട്ടനോട് ചോദിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അവരത് വേറെ രീതിയിലേക്ക് ആക്കി. ഓ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാബുരാജനോട് വന്നത് ചോദിക്കുന്നു? അല്ലല്ല, അതിൻ്റെ അല്ല, അതല്ല അദ്ദേഹത്തിന് എന്തിനാ പറഞ്ഞേ എല്ലാവർക്കും ഇല്ലേ ജീവനിൽ കൊതിന്നൊക്കെ? അല്ലല്ല, ആ പറഞ്ഞ അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹത്തിന് മാത്രം മനസ്സിലായിട്ടുണ്ടാവും. അത് വേറെ രീതിയിലേക്ക് ആക്കി. പുതിയ കുട്ടിയിൽ പഴയ എന്ന് പറഞ്ഞാൽ ആ ഉള്ളടക്കം അങ്ങനെ മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് ആക്കി. ഞാൻ പോലും ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഓരോ സീൻ എഴുതിക്കൊണ്ട് പറയും മറ്റേ സാധനം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഓരോ സീൻ എഴുതിയിട്ട് വരുമ്പോഴേക്കും ഞാൻ പുള്ളിനെ മാത്രം ദൈവമേ എല്ലാം. അപ്പൊ അന്ന് മുതൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചത് ദൈവമേ അവർ എത്രയോ നാളത്തെ, എന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആവേശത്തിൽ പറഞ്ഞതാ, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊരു ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതാണ് സിനിമ. ഇപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത് അദ്ദേഹത്തിന്റെ ഇതിനകത്തേക്ക് ഇത് കിട്ടുമ്പോൾ നമ്മളത് പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സാധനം കേൾക്കാൻ നിൽക്കാറില്ല ഇപ്പൊ. അപ്പൊ ആ പിള്ളേർക്ക് അപ്പോൾ ഉള്ളൊരു നിരാശ ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ ഇതാണ് സംഭവം, കാരണം നീ അതൊരു ഡയറക്ടറെയും പ്രൊഡ്യൂസറും വെച്ചിട്ടൊന്ന് കഥ പറ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ നിരുത്സാഹപ്പെടുത്തുന്ന പരിപാടി. ഈ സെയിം പ്രശ്നം ആസ് എ റൈറ്റർ ഉണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല, കോപ്പി അടിക്കില്ലെന്നല്ല, നമ്മളെ ആസ് എൻ ആക്ടർ നമ്മൾ കേൾക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ നമ്മുടെ തലയിൽ കിടക്കൂലോ. ഇത് തന്നെ എല്ലാവരോടും ഇപ്പൊ പറയല്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അങ്ങനെ പറഞ്ഞു പോണതല്ല എൻ്റെ പേടി, ബാബുരാജന് പറഞ്ഞു പോണതാണ് സെറ്റുകളിൽ നിന്ന്. എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ബാബുരാട്ട ഈ കണ്ടന്റുകൾ നമ്മൾ കേട്ടു, ഇത് മറന്നു പോകും നമ്മൾ കുറെ കഴിയുമ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും പേപ്പർ ആകുമ്പോൾ ഇത് വരും, ഇത് എവിടെ നിന്നാണെന്ന് നമ്മൾ ആ സമയത്ത് ഇത് എനിക്ക് തോന്നിയതാണോ ആരുടെങ്കിലും കേട്ടതാണോ ഒന്നും ക്ലിക്ക് ആവില്ല. കാരണം നമ്മളിത് ഒബ്സർവേഷനിലൂടെ തന്നെയുള്ള എല്ലാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കേൾക്കുന്ന പരിപാടി നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് എന്നുള്ള സാധനമില്ല, അതൊന്നും കൃത്യമായിട്ടൊന്നും ആരും പഠിച്ചിട്ടില്ല. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ ലീഗലായിട്ട് പോയാൽ പോലും IP-ക്ക് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആംഗിൾ മാറിപ്പോയാൽ പോലും നമുക്ക് ഒരേ സാധനം തന്നെ പല ആളുകൾക്ക് തോന്നാലോ, അങ്ങനെ പറയാലോ, മനുഷ്യന്റെ മനസ്സിലാതെ. അതുകൊണ്ട് നമുക്കത് ക്ലെയിം ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മഹാന്മാർ ഒരേപോലെ ചിന്തിക്കുന്നു. ഒന്നാമത് ഇപ്പൊ വരുന്ന പിള്ളേരെന്ന് വെച്ചാൽ അവര് ജനിച്ചു വീണത് ഇതിലേക്കാണല്ലോ. നമ്മളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തില് ഓലക്കൊട്ടയെ പോയി കണ്ടതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഇതിലേക്ക് ജനിച്ചു വീണത് കൊണ്ട് അവർക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് ആണ് ഇപ്പൊ അവരുടെ ഡിസ്കഷൻ. അവര് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഒരു പുതിയൊരു അംശമുണ്ട്. ഈ അംശം നമ്മളങ്ങോട്ട് കയറി ചാടി പിടിക്കും. എന്തിനാ തന്നെ നിൽക്കണേ? എന്നിട്ട് നമുക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. ഇത് ഈ കഴിഞ്ഞ സെറ്റിൽ ഇതേപോലെ ഞാൻ അസീസ് നെടുമങ്ങാട് കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അസീസ് ഖാൻ പറഞ്ഞു, ഞാൻ ഒരു ചെക്കൻ കഥ പറയാൻ വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം, എനിക്ക് കുഴപ്പമുണ്ട് ചോദിച്ചു. ഞാൻ ഒരു കുഴപ്പമില്ല, അസീസ് ഖാൻ വിളിച്ചോന്ന് പറഞ്ഞു. ചെക്കൻ ചെറിയ ചെക്കനാ. ആ ചെക്കൻ വന്ന് കഥ പറഞ്ഞ് നമ്മളാ ഷൂട്ട് എടുക്കുന്ന ആ സിനിമന്റെ കഥ. അപ്പൊ ഞാൻ ആ സീൻ നോക്കാം, എടാ നീ ആ സീൻ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന സീൻ ഉണ്ടല്ലോ, നീ അതെടുത്തിട്ടാണ് വായിക്കുന്ന നോക്കുമ്പോ നമ്മളെന്താ തടുത്ത് നിൽക്കും. ചെക്കൻ വെച്ചാൽ എന്തേന്ന് ഇത് ഇനി എത്ര എഴുതിയിട്ട് എത്രയെന്ന് വെച്ച് ഞാൻ എഴുതിയിട്ട് ഏട്ടാ ഒരു 1.5 കൊല്ലം 2 കൊല്ലമായി തന്നെ. കസീസ്ക അവിടെ ഈ സിനിമന്റെ കഥയാണിത്, നീ ഇത് ആരോടെ പറഞ്ഞു? അത് ചെക്കൻ പോയി ആ ബാഗിൽ എടുത്തുകൊണ്ട് പോയി. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലേ. ഇന്ന് ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ? പ്രത്യേകിച്ച് കോമഡി എഴുതുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയോ? ഒരു സാധനം എഴുതി, ഇന്ന് വൈകുന്നേരം നമ്മളെ റീല് കാണുക, ആ കണ്ടന്റ് അങ്ങ് പോവാണ്. നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞ ഒരു സമയം സ്പേസ് സിനിമാലക്ക് പോലും ഒരാഴ്ച ഉണ്ടായിരുന്നു ഗ്യാപ്പ് പുതിയ കണ്ടന്റ് വരെ. ഇത് അതില്ലല്ലോടോ, എന്തെഴുതുന്നോ അത് പാട്ടപ്പാടാ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് കോമഡിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിൽ ചെല്ലുക, അവരൊരു സിറ്റുവേഷൻ പറയുക, അപ്പൊ ചെയ്യണ സാധനം എഴുതിയതൊന്നും കാര്യമൊന്നും അപ്പൊ കിട്ടുന്ന ആ മൂമെന്റ് വെച്ചിട്ട് ചെയ്യുന്ന. പക്ഷെ അതാണ് ഏറ്റവും നല്ലതും, അതിലാണ് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. ഞാൻ ചെയ്ത കോമഡി പടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോട്ടെ ഇപ്പൊ മായാമോഹിനി എന്നുള്ള പടമൊക്കെ ദിലീപ് ഒക്കെ സ്ക്രിപ്റ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും,
അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ വന്ന് പുള്ളിയെ ഞങ്ങൾ നാട്ടുകാരെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും ചെസ്റ്റ് ഇട്ട് ഇങ്ങനെ ഇളക്കി. അപ്പോൾ ഇത് കൊള്ളാം. പിന്നെ അവിടെ നിന്നൊരു സാധനം അങ്ങ് വരാണ്. മായാമോഹിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിലൊന്ന് എടുപിടുവാണ് ICU കിടക്കുന്ന സീനുണ്ട്, അത് നല്ലായിരുന്നു. ICU നല്ലായിരുന്നു, ആ സീൻ നൈസായിരുന്നു. ഡയറക്ടറോട് അല്ലേ നമ്മുടെ കുരുതിയിലെ പോലത്തെ ഒരു സാധനം എപ്പോഴാ വരാ? അതാരും വിളിക്കണ്ട എന്നാണല്ലോ, ആഗ്രഹം ഇല്ലായിട്ടല്ലോ. അത്ര സീരിയസ് ഒരു സാധനം, അതായത് ഓരോ മിണ്ടരുത്, പക്ഷെ ഇങ്ങനെ പിടിച്ചിരുത്തോന്ന് ഉമ്മറിനെ പോലത്തെ ഒരു ക്യാരക്ടർ വരുന്നു വിചാരിക്കാം. നല്ല ആഗ്രഹമുണ്ട്, വരൂല്ലേ? വീട്ടില് വൈഫായിട്ടൊക്കെ ഓക്കെ അല്ലേ? നിങ്ങളൊരു പ്രേമകഥ ഓണയർ പറഞ്ഞതിന് ശേഷം താങ്കളും ഭാര്യ വേറിലാണെന്ന് കേൾക്കുന്നു, ഭാര്യ എയറിലാക്കിയേക്കുന്നു. ഒരു പ്രേമകഥ പറഞ്ഞു, ഒരു ഹിന്ദിക്കാരിനെ പണ്ട് പ്രണയിച്ച കഥ. അതൊരു ഇന്റർവ്യൂല് പറഞ്ഞു, അത് ഭയങ്കര വൈറലായി. അതിനുശേഷം ഭാര്യ എടുത്ത് എയറിലാക്കിയെന്ന് കേട്ടു. വളരെ ശ്രദ്ധിച്ചിട്ട ഓരോ വാക്കും. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജിനെ നായകനാക്കി ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ അതേ സംവിധായകൻ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഒരു സസ്പെൻസ് ത്രില്ലറുമായി വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് ടീം. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞതിന് മുകളിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. സിനിമ കാണാൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ഈ നൊയമ്പിൻ്റെ സമയമൊക്കെയാണ്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ അത് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. അപ്പോൾ അതുവരെ നോക്കിയിരിക്കണ്ട, അതിന് മുമ്പ് വന്ന് കാണാം. ആ കൊടുത്ത കാശിനുള്ള മുതൽ അതിനകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പൃഥ്വിരാജിനെ നായകനാക്കി താങ്കളൊരു സിനിമ ചെയ്തായിരുന്നല്ലോ. അതിന്റെ അടുത്ത ഭാഗത്തിന്റെ ത്രെഡ് സെറ്റായിട്ടുണ്ട് 2024 പറഞ്ഞായിരുന്നു, അതെന്തായി? അത് എഴുത്ത് പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ്. ഏകദേശം എൻ്റെ കഥാരൂപം ആയി, ഇനിയിപ്പോൾ എൻ്റെ എഴുത്തിലേക്ക് കിടക്കണം. അതിന് ഇരിക്കാനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മൾ തന്നെ ആഴ്ചയിൽ കണ്ടല്ലോ ഓരോ ഇന്റർവ്യൂ. എഴുത്ത് നടക്കുന്നുണ്ട്, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അഭിനയിക്കുന്നതുകൊണ്ട് എഴുത്തില്ലാന്ന്. ആക്ച്വലി 2-3 സ്ക്രിപ്റ്റ് ഫുൾ പൂർത്തിയാക്കിയിട്ട് കൊറോണ സമയം മുതൽ പൂർത്തിയാക്കിയിട്ട് ആർട്ടിസ്റ്റുകളുടെ പുറകെ കേട്ടോ, ചേട്ടൻ പറഞ്ഞാണ് സത്യം, ആർട്ടിസ്റ്റുകളുടെ പുറകെയാണ്. അപ്പോൾ അവർ ഓക്കെ അടിക്കുന്നിടത്ത് ഇത് പ്രൊജക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നതാണ് നമ്മൾ അഭിനയിച്ചെടുക്കണേന്ന്, അതല്ല സത്യം. നമ്മൾ അതിന്റെ പുറകെ നടക്കുന്ന ഗ്യാപ്പ് കിട്ടുമ്പോഴായിരിക്കും ഒരു പടം തന്നെ, അപ്പോൾ അതിനെ പോവും. നമുക്ക് ജീവിക്കണ്ടേ അല്ലേ? തീർച്ചയായിട്ടും. ഫൈനലി ഒരു കാര്യം കൂടെ എനിക്ക് ബാബുചേട്ടനോട് ചോദിക്കാനുള്ളത്, കൂദാശ സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ദിനുവിനെ കണ്ടപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂദാശയെ കുറിച്ച് ജീത്തു സാറൊക്കെ ഇട്ടിരുന്നൊരു വീഡിയോ കാണുന്നത്. കൂദാശ ഒരു ഗംഭീര സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ ജോസഫ് എന്ന് പറയുന്ന സിനിമയുടെ മൊത്തം ഇതും ഈ പടം കൊണ്ടുപോകേണ്ടതാണ്. ശരി, അതിൻ്റെ ഈ പ്രൊഡ്യൂസർക്ക് ഒരു നല്ല സമയം കൂടി വേണമല്ലോ സിനിമ. അതെന്തുകൊണ്ട്, പക്ഷെ അതൊരു വളരെ എഫർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ്. അത് ഇനി എൻ്റെ സമയം ശരിയാവില്ലാത്തതുകൊണ്ടോ പ്രൊഡ്യൂസറുടെ സമയം ശരിയില്ലാത്തതുകൊണ്ടോ ഡിനുവിൻ്റെ സമയം ശരിയില്ലാത്തതുകൊണ്ടോ ഒന്നും അറിയില്ല. നല്ലൊരു സിനിമയാണ്. അത് പലരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമയാണത്. ഇനിയും അതുപോലുള്ള സിനിമ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കും. അതേ വീണ്ടും നമ്മുടെ ഇനിയും അതുപോലത്തെ സിനിമ വരട്ടെ. തൽക്കാലം വന്ന സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസ് പറയാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.